ഹലോ ഗൈസ്, അപ്പൊ നോമ്പെടുക്കാൻ വേണ്ടി ഏട്ടനും അമ്മക്ക് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ വെളുപ്പിന് 4 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പവും ചോറൊക്കെയാണ് എടുത്തത്. ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു നീ ആദ്യം ചോറ് കഴിക്കുക, എന്നിട്ട് അപ്പം കഴിച്ചാൽ മതി. ഏട്ടനെ കൂടി ചോറൊക്കെ കഴിപ്പിച്ചിട്ടാണ് അപ്പം കഴിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിന്റെ കെട്ടുകാരനെ നോമ്പെടുക്കാൻ വേണ്ടി മുസ്ലിം അല്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടോ സുഹൃത്തുക്കളെ? ഏട്ടൻ കഴിഞ്ഞ വർഷം നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ പരിചയക്കുറവൊന്നുമില്ല. ഏത് മതവിശ്വാസികൾക്കും പരിശുദ്ധ റമദാനിലെ നോമ്പെടുക്കാമല്ലോ. പിന്നെ അങ്ങനെ രാവിലെ ഞാൻ പിന്നെയും വീട്ടിലൊക്കെ ഏട്ടൻ ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ വന്ന് അപ്പമൊക്കെ കഴിച്ചു. അമ്മ അപ്പമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പമൊക്കെ കഴിച്ചിട്ട് പിന്നെ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുത്തു. അമ്മ റെസ്റ്റാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് എനിക്കും പാത്തുനും ഇന്നലത്തെ തീയലും ഉണക്കമീനും മാങ്ങാച്ചാറും ഒക്കെ ഇരിപ്പുണ്ട്. ചോറും രാവിലെ അങ്ങ് തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വൈകിട്ടത്തേക്കുള്ള പരിപാടികൾ നോക്കിയാൽ മതി. അതുകൊണ്ട് രാവിലെ എല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ യൂണിഫോം ഒന്ന് കഴുകിയാണ്. കഴുകരുത് എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് പോയത്. പ്രത്യേകം പറഞ്ഞു കഴുകരുതെന്ന്. പക്ഷേ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ. എനിക്ക് നോമ്പെടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ അവസ്ഥയിൽ നോമ്പെടുക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിന്റെ വെയിറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. അപ്പൊ ഇനി പിന്നെ കാണാം. ബൈ ബൈ.